തക്കുടു തക്കുടു കുഞ്ചു ഇവിടെ നോക്കി വർത്താനം പറ. കുഞ്ചു വർത്താനം പറയേ. എന്നെ കടിക്കാനല്ല പറഞ്ഞ. എൻ്റെ പുതപ്പൊന്നും എടുക്കരുത് കുഞ്ചു. എൻ്റെ പുതപ്പ് എടുക്കരുത്. ഇവിടെ വാ വാടി പൊന്നു വാടി. ഇനി ഈ നേരത്ത് ഞാൻ കൂട്ടിൽ കയറ്റും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വിളിച്ചാൽ പോലും വരില്ല കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ചവിട്ടാൻ വരുന്നു, കൊത്താൻ വരുന്നുണ്ട്. കൊത്ത്. ആ ആരെൻ്റെ കൈ കയറി നിൽക്കണ? അക്കു പൊന്നി ഇവിടെ നിൽക്ക്. നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഫുള്ളും ചോർച്ചയാണ് കേട്ടോ. ഓടായതുകൊണ്ട് ഇപ്പോഴത്തെ കനത്ത മഴ കാരണം ഏത് കൂടെയൊക്കെയാണ് വെള്ളം വീഴുന്നതെന്നുള്ള ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് ബെഡ് വിരിച്ച് വെക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റാണ് ബെഡ് കവറായിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ രാത്രി കിടക്കുമ്പോൾ മാത്രം അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വിരിക്കും. തക്കുടു ബാ. രാത്രിയും കൂടി ആയിക്കഴിഞ്ഞ് പിന്നെ തക്കുടുവിന് തീരെയും കാണില്ല അവിടെ നിന്ന് പോയി നിന്നാൽ. കയറിൽ പിടിച്ച് വലിക്കണം നോക്കിയേ. കുഞ്ഞ് വായിൽ വന്നു അത്. എന്താ പണി തക്കുടു? അത് പേടിച്ചു. എവിടെ കയറ്? തക്കുടു കയറെവിടെ? തക്കുമ്മ കയറെവിടെ? കുഞ്ചിവിടെ പുതപ്പ് പിടിച്ച് വലിക്കണം നോക്കിയേ. കുഞ്ചേ ഒന്ന് വർത്താനം പറ. കുഞ്ചു ഒരക്ഷരം മിണ്ടണില്ല കേട്ടോ കുട്ടി ഇന്ന്. ഇന്ന് ഒരക്ഷരം മിണ്ടണില്ല കേട്ടാ. ചോദിക്കണേന് ഒന്നൊന്ന് ബദൽ നീ പറയണില്ല കേട്ടാ. നിന്റെ സൗണ്ട് കേൾക്കണമെന്ന് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നെ കൊത്തേ. ഇതാ നല്ല കൊത്തേർന്ന് എന്നെ കൊത്തേ. അതാ മോതിരം പിടിച്ച് വരിക്കാനുള്ള വഴിയാണ്. തക്കുടു പോവാണോ? എവിടെ പോവോ? ഇവിടെ നോക്കടി കുറുമ്പിപ്പാറു. ഇവിടെ തക്കു പെണ്ണെവിടെ? ഇവിടെ കുഞ്ചു പെണ്ണെവിടെ? നമ്മുടെ തക്കുടു ഒറിജിനൽ കാക്കയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. നമ്മുടെ കുഞ്ചൂസിൻ്റെ കുഞ്ഞിത്തരമൊക്കെ മാറിയിട്ട് ഒറിജിനൽ അണ്ടൻ കാക്കയായി മാറിക്കൊണ്ടിരിക്കണം. അണ്ടൻ കാക്ക തക്കുടു അല്ലാണ്ടായി മാറുകയാണ്. പക്ഷെ എന്താണ് 6:30 കഴിഞ്ഞാൽ എൻ്റെ കുട്ടി ഇപ്പോൾ വീട്ടിലേക്ക് വരും. 6:30ക്ക് എൻ്റെ കുട്ടി വീട്ടിലേക്ക് വരും. പൊന്നുമണീൻ്റെ സൗണ്ട് കേൾക്കണത്രേ. പൊന്നുമണീൻ്റെ സൗണ്ട് കേൾക്കണത്രേ. പൊന്നുമണിയെ സൗണ്ട് കേൾക്കണത്രേ. സൗണ്ട് കേൾക്കണത്രേ. ഇവിടെ നോക്കേ കുഞ്ഞേ. തക്കുവേ